കൃഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആ സന്ധ്യ കൊണ്ടുവന്ന കവറ് സത്യഭാമ തുറന്ന് നോക്കുമ്പോൾ അതിൽ സന്ധ്യയും രോഹിതുമായിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ്. അതൊക്കെ നോക്കിയിട്ട് എന്താ രോഹിത് എന്ന് രോഹിതിനെ നോക്കി ഭാമ ചോദിക്കുകയാണ്. അന്നേരം രോഹിത് വന്ന ആ ഫോട്ടോയൊക്കെ നോക്കുകയാണ്. തുടർന്ന് വിഷ്ണുവും അത് വാങ്ങി നോക്കുന്നുണ്ട്. തുടർന്ന് രോഹിത് പറയുന്നുണ്ട്, ഇതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് ഈ പെൺകുട്ടിയെ കാണുന്നത്, ഇതെങ്ങനെ വന്നു എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത് നിൽക്കുമ്പോൾ സന്ധ്യ അങ്ങ് കൊഴിപ്പിക്കുകയാണ്. സത്യാമ്മയല്ലേ പറഞ്ഞത്, രോഹിതുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതിന് തെളിവുമായിട്ട് വന്നാൽ ഇതേ മണ്ഡപത്തിൽ വെച്ച് തന്നെ ഞങ്ങളുടെ വിവാഹം നടത്തരാമെന്ന്. ഒരു പെൺകുട്ടിയുടെ മാനത്തിന് വേണ്ടിയുള്ള നിലവിളിയാണിത്. ഇനിയിപ്പോൾ ഇവിടുന്ന് എനിക്ക് നീതി സത്യാമ്മ നടപ്പിലാക്കി തരിക തന്നെ വേണം. വാക്കാണ് സത്യം എന്നൊക്കെയല്ലേ സത്യാമ്മ പറയാറുള്ളത്. ഇനി ഇവിടെ നിന്ന് ഞാൻ അപമാനിക്കപ്പെട്ട് തിരികെ വീട്ടിലേക്ക് പോകില്ല. രോഹിത് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ജീവിതം തുടങ്ങുന്നതിന് മുൻപേ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞങ്ങ് കരയുകയാണ് സന്ധ്യ. തുടർന്ന് സുസ്മിതയെന്ന് സത്യഭാമ വിളിക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടിയുടെ കണ്ണീരിൽ ചവിട്ടിയിട്ട് എനിക്കൊരു താലിഭാഗ്യം വേണ്ട, രോഹിത്തിനെ വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ്, എനിക്ക് ബന്ധം വേണ്ട എന്നങ്ങ് സങ്കടം അഭിനയിച്ച് സുസ്മിത പറയുകയാണ്. അന്നേരം ദേഷ്യത്തോടെ ശാലിനി അങ്ങ് മുഖം തിരിക്കുകയാണ്. പക്ഷേ വിഷ്ണുവിന് മുഖത്ത് ചെറിയൊരു ചിരിയാണ് വരുന്നത്. തുടർന്ന് രോഹിത്തിനോട് സത്യഭാമയോട് സർല വന്ന് പറയുന്നുണ്ട്, ഭാമ ഇത് 3ാമത്തെ തവണയാണ് എൻ്റെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ സർല എന്നോട് ക്ഷമിക്കണം എന്ന് ഭാമ പറഞ്ഞിട്ട് രോഹിത്തിനോട് പറയുകയാണ് മണ്ഡപത്തിലേക്ക് പോയിരിക്കാൻ. അന്നേരം സത്യാമ്മയെന്ന് രോഹിത് വിളിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മാനം കളഞ്ഞിട്ട് നീ ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോളണം, ഇല്ലെങ്കിൽ സത്യഭാമ ആരാണെന്ന് നീ അറിയും, പോയിരിക്കടാന്നൊരു ഭീഷണി സ്വരത്തിൽ പറയുമ്പോൾ എല്ലാവരെയും നോക്കിയിട്ട് രോഹിത് പതിയെ മണ്ഡപത്തിലേക്ക് കയറുകയാണ്. തുടർന്ന് സുസ്മിതയെ മണ്ഡപത്തിൽ നിന്നും പിടിച്ച് താഴേക്ക് ഇറക്കുകയാണ് സത്യഭാമ. തുടർന്ന് സന്ധ്യയുടെ കയ്യിലേക്ക് ഭാമ പിടിച്ചിട്ട് സത്യഭാമയ്ക്ക് വാക്ക് തന്നെയാണ് പ്രധാനം, അത് ഈ ഭാമ നടപ്പിലാക്കിയിരിക്കും, എങ്ങനെയാണെന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് സന്ധ്യയെ പിടിച്ച് മണ്ഡപത്തിലേക്ക് കയറ്റുകയാണ്. അന്നേരം രോഹിത് അവിടെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് ഒരു ഭീഷണി സ്വരത്തിൽ രോഹിത്തിനോട് അവിടെ ഇരിക്കാനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ രോഹിത് ഇരിക്കുന്നുണ്ട്. തുടർന്ന് സന്ധ്യയും ഇരുത്തുകയാണ് ഭാമ. അതേസമയം മോനെ എന്ന് പത്മാവതി അമ്മ രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാതെ രോഹിത് ഇരിക്കുകയാണ്. തുടർന്ന് ആകെ ദേഷ്യത്തോടെ ശാലിനി നിൽക്കുകയാണ്. കൂടെ വിഷ്ണുവിനെ ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ വിഷ്ണു ഒന്നും പറയുന്നില്ല. അപ്പം അതേ അവസ്ഥയിൽ നിൽക്കുകയാണ് പ്രീതിയും രാഘവൻ നായരും ഒക്കെ. ഭാമ ഇത് എന്താണ് കാണിക്കുന്നത് എന്ന് അതിനെ ഒന്നും എതിർക്കാനും ആവാതെ ഇതേസമയം തൻ്റെ പ്ലാൻ വിജയിച്ച മട്ടിൽ ആകെ സന്തോഷവതിയായിട്ട് നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് അതുവരെ മിണ്ടാതിരുന്ന വിഷ്ണുവും ശാലിനിയും അങ്ങനെ പരസ്പരം കുറേ നേരം നോക്കിയിട്ട് തുടങ്ങിക്കോന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ കണ്ണുകൊണ്ട് ശാലിനിയോട് ആംഗ്യം കാണിക്കുകയാണ്. വിഷ്ണുവിൻ്റെ ആ ഒരു സമ്മതം കാത്തു നിന്നതുപോലെ ശാലിനി പെട്ടെന്ന് സന്ധ്യയെന്ന് ഉറക്കെ വിളിക്കുകയാണ്. അന്നേരം എന്താന്ന് ഇങ്ങനെ സുസ്മിതയായിട്ട് വന്ന സന്ധ്യ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം എല്ലാവരുടെയും ശ്രദ്ധ സന്ധ്യയിലേക്ക് തിരിയുകയാണ്. തുടർന്ന് ശാലിനി ചെന്ന് ചോദിക്കുന്നുണ്ട്, സന്ധ്യ എന്ന് വിളിച്ചപ്പോൾ നീ എന്തിനാണ് വിളി കേട്ടത്, നീ സുസ്മിത അല്ലേ എന്ന്. അന്നേരം ആര് വിളി കേട്ടു, ഞാൻ സുസ്മിതയെന്ന് ചിലപ്പോൾ മാറി കേട്ടതായിരിക്കും എന്നിങ്ങനെ ആ സന്ധ്യ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, എഴുന്നേൽക്കടി അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ ശാലിനി എന്ന് വിളിക്കുകയാണ് സത്യഭാമ. അന്നേരം ആ ദേഷ്യത്തോടെ തന്നെ ശാലിനി പറയുന്നുണ്ട്, സത്യമ്മ എനിക്കൊരു 5 മിനിറ്റ് സമയം വേണം, ഇവൾ ആരാണെന്നും ഇവളുടെ ഉദ്ദേശം എന്താണെന്നും ഞാൻ ഇപ്പോൾ തെളിയിച്ചു തരാം എന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് വീണ്ടും എഴുന്നേൽക്കടിയെന്നും പറഞ്ഞ് ശാലിനി സന്ധ്യയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മണ്ഡപത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അന്നേരം എന്താടിയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ ശാലിനി ഒരൊറ്റ അടി കൊടുക്കുകയാണ് സന്ധ്യയ്ക്ക്. അന്നേരം ആ അടി കൊണ്ട് സന്ധ്യ ഇങ്ങനെ കവിള് വയ്ക്കുമ്പോൾ അതേ സ്പോട്ടിൽ സുസ്മിതയും തൻ്റെ കവിളിൽ ഇങ്ങനെ അടി കൊണ്ട പോലെ കൈവയ്ക്കുകയാണ്. ആ അടി സുസ്മിതയ്ക്കുള്ളത് തന്നെ ആയിരുന്നു. തുടർന്ന് ശാലിനി നീ എന്തായി കാണിക്കുന്നത്, നീ പോയി ചെയ്യുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നിങ്ങനെ ഭാമ പറയുകയാണ്. അന്നേരം സത്യാമ്മയുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്, ഒരു ആൾമാറാട്ടക്കാരിയുടെ കൂടെ നിന്ന് ഒരു കള്ളക്കല്യാണം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. പക്ഷേ സത്യഭാമയ്ക്ക് അങ്ങോട്ട് അതൊന്നും മനസ്സിലാകുന്നില്ല. അന്നേരം പണി വാളുമോ എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുകയാണ് സുസ്മിത. ഇതെല്ലാം കണ്ട് ഒരക്ഷരം മിണ്ടാതെ വിഷ്ണു നിൽക്കുകയാണ്. തുടർന്ന് സന്ധ്യ ചോദിക്കുന്നുണ്ട്, ആൾമാറാട്ടക്കാരിയോ, ഇതെൻ്റെ ജീവിതമാണ്, നീ എന്തൊക്കെയായി പറയുന്നതെന്നും പറഞ്ഞ് സന്ധ്യ ദേഷ്യപ്പെടുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഇനിയും നീ ഇവിടെ കിടന്ന് പുലമ്പിയാൽ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും എന്ന് പറഞ്ഞ് ശാലിനി കൈ ഓങ്ങുന്നുണ്ട്. തുടർന്ന് ശാലിനി സത്യഭാമയോട് പറയുകയാണ്, ഇവളുടെ പേര് സന്ധ്യ, പഞ്ചായത്ത് ഓഫീസിന് പുറകിൽ താമസിക്കുന്ന
സുധാകരൻ്റെയും പ്രിയങ്കയുടെയും മകൾ, നിന്റെ ആധാർ നമ്പർ അടക്കം പറഞ്ഞു കൊടുക്കട്ടേടി ഞാനെന്നിങ്ങനെ സന്ധ്യയോട് ചോദിക്കുമ്പോൾ ആകെ പാതറി നിൽക്കുകയാണ് സന്ധ്യ. അന്നേരം സുസ്മിത ആശങ്കപ്പെടുകയാണ്, ഇവൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന്. അന്നേരം ആ ചോദ്യം കേട്ടതുപോലെ ശാലിനി പറയുന്നുണ്ട്, നീ ഇന്നലെ ഇവളെ ഇവിടേക്ക് പറഞ്ഞയച്ചപ്പോഴേ നീ പിഴച്ചു തുടങ്ങിയതാണ്, നിന്റെ ഉന്നം പിഴച്ചു തുടങ്ങിയതാണ്. ഇന്നലെ മുതൽ ഞാൻ ഇവളുടെ പിന്നാലെ ആയിരുന്നു എന്ന് ശാലിനി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. തുടർന്ന് ശാലിനി ആ മനസ്സിൽ ഓർക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. തലേ ദിവസം സുസ്മിതയും സന്ധ്യയും കൂടി അമ്പലനടയിൽ വെച്ച് കണ്ടത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന ശാലിനി കണ്ടിട്ടുണ്ടായിരുന്നു. തുടർന്ന് അവർ സംസാരിക്കുന്നതും തെളിവിൻ്റെ കാര്യമൊക്കെ പറയുന്നതുമൊക്കെ ശാലിനി കേട്ടിരുന്നു. അങ്ങനെയാണ് ഈ സുസ്മിതയുടെ കള്ളക്കളിയും ഒക്കെ ശാലിനിക്ക് മനസ്സിലാകുന്നത്. തുടർന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ്, സന്ധ്യയുടെ പിന്നാലെ നീ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ നീ എന്നെയും കണ്ടിട്ടുണ്ടാകുമല്ലോ എന്ന്. അന്നേരം തിരിച്ച് മനസ്സിൽ ശാലിനിയും കരുതുകയാണ്, അതേടി നിന്നെ വേണമെങ്കിൽ എനിക്ക് ഇപ്പോൾ പൊളിച്ചെടുക്കാം, പക്ഷേ ഞാനിതിപ്പോൾ ചെയ്യില്ല. എങ്ങനെയും നിന്റെ കല്യാണം നടത്തുക, അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രധാന ദൗത്യം എന്നിങ്ങനെ ശാലിനി മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവർ തങ്ങൾ സംസാരിക്കുന്ന പോലെയാണ് ആ ഒരു സീൻ കാണിക്കുന്നത്. തുടർന്ന് എല്ലാം കേട്ട ശേഷം ഭാമ ചോദിക്കുകയാണ്, സന്ധ്യയെങ്കിൽ സന്ധ്യ അത് ഓക്കെ, പക്ഷേ ഈ രോഹിതുമായിട്ടുള്ള ഫോട്ടോസ് അതെങ്ങനെയാണ് വന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, അതിനുള്ള മറുപടി പറയേണ്ടത് ഞാനല്ല, വേറൊരാളാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഏട്ടാന്ന് വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു ആ കയ്യിരുന്ന ഫോട്ടോയുമായിട്ട് ഇങ്ങനെ ഫോട്ടോയൊക്കെ കറക്കിറക്കി മുന്നോട്ട് വന്നിട്ട് സുസ്മിതയുടെ അടുത്തെത്തുകയാണ്. അന്നേരം സുസ്മിത മോളെ ഒത്തിരി സ്പേസ് തന്നേന്നും പറഞ്ഞ് മണ്ഡപത്തിന് താഴോട്ടിറങ്ങിയിട്ട് കമലിനെ വിളിച്ചിട്ട് ആളെ ഇങ്ങ് കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. അന്നേരം ആരെയോ വിളിക്കാനായിട്ട് കമലം പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നാലും ആരായിരിക്കും അത് എന്നിങ്ങനെ സുസ്മിത ചിന്തിച്ച് വാതിൽക്കലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് കമലൻ ക്ലീറ്റസിനെയും അസിസ്റ്റന്റിനെയും കൊണ്ടുവരുന്നത്. അന്നേരം ക്ലീറ്റസിനെ കണ്ട് ഇയാളോ എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുകയാണ് സന്ധ്യ. തുടർന്ന് സുസ്മിത ചിന്തിക്കുന്നുണ്ട്, ഇവളും ക്ലീറ്റസും തമ്മിൽ എന്തായിരിക്കും ഇടപാടെന്ന്. തുടർന്ന് വിഷ്ണു ക്ലീറ്റസിനോട് പറയുകയാണ്, ക്ലീറ്റസെ ഇവളെ എങ്ങനെയാണ് പരിചയമെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേ, എല്ലാവരും വ്യക്തമായിട്ട് കേൾക്കണമെന്ന് സന്ധ്യ ചൂണ്ടിക്കാട്ടി വിഷ്ണു പറയുകയാണ്. തുടർന്ന് എല്ലാവരെയും ഒന്ന് പരതി നോക്കുകയാണ് ക്ലീറ്റസ്. സംഭവം എന്താണെന്ന് അറിയാനായിട്ട് ഉത്കണ്ഠയോടുകൂടി നിൽക്കുകയാണ് സത്യഭാമ. തുടർന്ന് ക്ലീറ്റസ് പറയുകയാണ്, ഇന്നലെ വൈകുന്നേരം ഈ കുട്ടി എൻ്റെ സ്റ്റുഡിയോയിൽ വന്നിരുന്നു, കുറേ ഫോട്ടോകളുമായിട്ട് വന്നിട്ട് അത് മോർഫ് ചെയ്ത് വേറൊരാളുടെ ഫോട്ടോ ആക്കി തരണമെന്നാണ് പറഞ്ഞത്, ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങിനെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ എങ്ങനെ ചെയ്തു കൊടുത്തു എന്ന് ക്ലീറ്റസ് എല്ലാവരോടുമായിട്ട് പറയുകയാണ്. അന്നേരം സുസ്മിത കരുതുകയാണ്, ഇയാളുടെ സ്റ്റുഡിയോയിലാണ് ഇവൾ പോയത്, ഇവൾ ഇത്രയ്ക്ക് മണ്ടിയാണോ എന്നും പറഞ്ഞ് സുസ്മിത ആ പദ്ധതി തൻ്റെ പ്ലാൻ പൊളിഞ്ഞ രീതിയിൽ ആകെ നിരാശപ്പെട്ട് നിൽക്കുകയാണ്. തുടർന്ന് ഫാം അങ്ങ് താഴോട്ടിറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, മോർഫിങ്ങോ അതെന്താണ് സംഭവമെന്ന് ചോദിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളുടെ മുഖം മാറ്റി വേറെ ആളിൻ്റെ ആകാം, ഈ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെയൊക്കെ നിൽക്കുന്നതായിട്ട് ഓരോരുത്തർ ഫോട്ടോ വയ്ക്കുന്നത് കണ്ടിട്ടില്ലേ, മുമ്പൊക്കെ സ്റ്റുഡിയോയിൽ ചെയ്യുമായിരുന്നുള്ളൂ, ഇതിപ്പോൾ മൊബൈൽ വന്നതോടുകൂടി കൊച്ചു പിള്ളേർ വരെ ചെയ്യാൻ തുടങ്ങി, പിന്നെ എൻ്റെ സ്റ്റുഡിയോയിൽ ചെയ്യുമ്പോൾ അതിനകത്ത് വൃത്തിയൊക്കെ കാണും, ക്വാളിറ്റിയാണ് എൻ്റെ പ്രധാനം എന്ന് പറഞ്ഞ സംഭവം കൂടുതൽ ക്ലീറ്റസ് വഷളാക്കുമ്പോൾ പല്ലൊക്കെ കടിച്ചു പിടിക്കുകയാണ് വിഷ്ണു. തുടർന്ന് സത്യഭാമയ്ക്ക് ദേഷ്യം വരികയാണ്, ഇയാൾ കാടും പടലവും ഒന്നും തിരക്കി പോകണ്ട, ഉള്ള സത്യം അങ്ങോട്ട് പറയുന്ന ഭാമ ദേഷ്യപ്പെടുകയാണ്. അന്നേരം ക്ലീറ്റസ് പറയുകയാണ്, മോർഫിങ്ങിനായിട്ട് കൊണ്ടുവന്ന ഫോട്ടോ ഇയാളുടെ ഫോട്ടോയാണ് എന്ന് പറഞ്ഞ് രോഹിത്തിനെ ചൂണ്ടി കാണിക്കുകയാണ്. അന്നേരം ഉടനെ പ്ലേറ്റ് മാറ്റുകയാണ് സന്ധ്യ പറയുകയാണ്, ഇയാൾ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്, ഇതിനെന്തോ തെളിവ് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, ഗുരു എപ്പോഴും പറയും പോലെയുള്ള കള്ളമൊന്നുമല്ല ഇത്, കുട്ടി വരുമ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു എന്ന് അസിസ്റ്റന്റ് പറയുന്നുണ്ട്. അന്നേരം സന്ധ്യ വീണ്ടും പറയുകയാണ്, ഇവർ രണ്ടുപേരും പറയുന്നത് പച്ചക്കള്ളമാണെന്ന്. തുടർന്ന് ക്ലീറ്റസ് പറയാണ്, കള്ളം പറഞ്ഞിട്ട് എനിക്കിപ്പോൾ എന്ത് ലാഭമാണ് ഉണ്ടാവുക, 5000 രൂപയാണ് ഫോട്ടോ മോർഫ് ചെയ്തതിന് ഈ കുട്ടി എനിക്ക് തന്നത്, അതിന് എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്നും പറഞ്ഞ് മൊബൈൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സത്യാമ്മയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് പരിശോധിക്കാം, കമ്പ്യൂട്ടർ പരിശോധിക്കാം, അപ്പോൾ മനസ്സിലാകും. പിന്നെ മോർഫ് ചെയ്യാൻ തന്ന ഫോട്ടോ ഇയാളുടെ ആയതുകൊണ്ട് ഇയാളെ എനിക്ക് പരിചയമുണ്ടായിരുന്നു, വീട്ടിലെ ഡ്രൈവറിൻ്റെ കൂടെയാണോ ആൽബം ഷൂട്ട് എന്നെനിക്കൊരു സംശയം തോന്നി, അതുകൊണ്ട് ഞാൻ കാര്യം വിഷ്ണു ആശാനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ എല്ലാ ഫംഗ്ഷനും കവർ ചെയ്യുന്ന ഞാനല്ലേ, അതിൻ്റെ നന്ദി ഞാൻ കാണിക്കണം ല്ലോ എന്ന് ക്ലീറ്റസ് പറയുകയാണ്. അന്നേരം ആകെ അങ്ങ് കൺഫ്യൂഷനിലാവുകയാണ് ഭാമ. തുടർന്ന് സുസ്മിത ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, സന്ധ്യയോട് എന്ന പോലെ ഫാമിലി ഫോട്ടോഗ്രാഫറെ ആണോടി ഫോട്ടോ മോർഫ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നതെന്ന്. അന്നേരം അത് കേട്ടതുപോലെ സന്ധ്യ പറയുന്നുണ്ട്, പറയുമ്പോൾ മൊത്തം പറയണമേടി കൊരങ്ങ്, ഞാനിപ്പോൾ പുലിവാല് പിടിച്ചല്ലോ, എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ സന്ധ്യ നിൽക്കുകയാണ്. ഇനിയും സത്യാമ്മയ്ക്ക് തെളിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറിജിനൽ ഫോട്ടോ തരാമെന്നും പറഞ്ഞ് ക്ലീറ്റസ് സന്ധ്യ ആദ്യം കൊണ്ടു കൊടുത്ത ഫോട്ടോ കൊടുക്കുകയാണ്. അന്നേരം സന്ധ്യയും വേറൊരാളും കൂടി നിൽക്കുന്ന ഫോട്ടോയാണ്. തുടർന്ന് ആ ഫോട്ടോയും രോഹിത്തും സന്ധ്യയുമായിട്ടുള്ള ഫോട്ടോ ഫാമ ഇങ്ങനെ പരിശോധിക്കുകയാണ്. തുടർന്ന് അത് വിഷ്ണുവിൻ്റെ കയ്യിലേക്കും കൊടുക്കുന്നുണ്ട്. തുടർന്ന് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ബോധ്യമാവുകയാണ് സത്യഭാമയ്ക്ക്.
തുടർന്ന് ആകെ ദേഷ്യത്തോടു കൂടി ഫാമ സന്ധ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് എന്തൊക്കെയാടി ഇത് എന്ന് ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ഫാമയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക, ഇവതിൻ്റെ പിന്നിൽ സൂത്രധാരിയായിട്ട് ഒരുപാട് പേര് കാണും, അതൊക്കെ ഇവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ പുക കണ്ടേ ഇയാൾ അടങ്ങൂന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് സുസ്മിത. ആകെ പേടിച്ച് സന്ധ്യ നീക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, എന്തിനാ പോലീസ്, ഇവിടെ പോലീസും കോടതിയും ഒക്കെ ഈ ഫാമ തന്നെയാണ്, പറയടി ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവും ദേഷ്യത്തോടു കൂടി പറയുകയാണ്, പറയിക്കണം അമ്മേ, ഇതിൻ്റെ പിന്നിലുള്ള സൂത്രധാരി ആരാണെന്ന് ഇവളെ കൊണ്ട് തന്നെ ഇവിടെ വെച്ച് തന്നെ പറയിപ്പിക്കണമെന്ന് സത്യഭാമയ്ക്ക് കൂട്ടു നിൽക്കുകയാണ് വിഷ്ണു. തുടർന്ന് പറയടി എന്നും പറഞ്ഞ് ആദ്യം ഒരടി കൊടുക്കുകയാണ് സത്യഭാമ സന്ധ്യ. അന്നേരം അടി കൊണ്ട് കവിളിന് ഇങ്ങനെ കൈവയ്ക്കുമ്പോൾ ഒന്നും പറയാൻ നിൽക്കുമ്പോൾ വീണ്ടും പറയടി എന്നും പറഞ്ഞ് ഒരടി കൂടി ഭാമ കൊടുക്കുകയാണ് ആ സന്ധ്യയ്ക്ക്. അന്നേരം കവിളിൽ കൈവയ്ക്കുകയാണ്, അതേപോലെ സുസ്മിതയും തനിക്ക് കൊണ്ടതുപോലെ. തുടർന്ന് പിന്നെ പത്മാവതി അമ്മ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവളെ ഇങ്ങനെ അടിക്കാതെ സത്യഭാമയെന്ന് വിളിച്ചിട്ട് ഒരൊറ്റ അടി അടുത്ത കവാലം നോക്കി സന്ധ്യയ്ക്ക് പത്മാവതി കൊടുക്കുകയാണ്. അന്നേരം എൻ്റെ മോനെ അപകീർത്തിപ്പെടുത്താനായിട്ട് നീ നോക്കുന്നോ, പറയടി സത്യം എന്നും പറഞ്ഞ് ഒരടി കൂടി കൊടുക്കുന്നുണ്ട്. അതും കൊള്ളുകയാണ് സന്ധ്യ. വീണ്ടും ഒന്നുകൂടി പത്മാവതി അമ്മ കൊടുക്കുകയാണ്. അന്നേരം അടി കൊണ്ട് ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ് സന്ധ്യ. തുടർന്ന് ദേഷ്യത്തോടു കൂടി സരള ഓടി വരികയാണ്. പത്മാവതി അമ്മ അങ്ങോട്ട് മാറി നിന്നേ. എന്നിട്ട് സന്ധ്യയോട് പറയുകയാണ്, പെണ്ണിൻ്റെ അമ്മയുടെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോയിരിക്കുകയാണെന്ന് നീ കരുതിയോ എന്നും പറഞ്ഞ് ഒരടി സരള കൊടുക്കുകയാണ് സന്ധ്യയ്ക്ക്. ആ അടി കൊണ്ട് സന്ധ്യ അങ്ങ് താഴെ വീഴുന്നുണ്ട്. അതേപോലെ തനിക്ക് അടി കിട്ടിയ പോലെ സന്ധ്യയ്ക്ക് ഓരോ അടി കിട്ടുമ്പോഴും ഇങ്ങനെ കവിളിൽ കൈവയ്ക്കുകയാണ് സുസ്മിത. തുടർന്ന് താഴെ വീണ് കിടക്കുന്ന സന്ധ്യ ഇങ്ങനെ കവിളിൽ കൈവച്ചിട്ട്, എടി ദ്രോഹി, നിൻ്റെ അമ്മയാണ് എന്നെ ഇപ്പോൾ പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുന്നത്, നിനക്ക് വേണ്ടിയല്ലേ ഞാനിതൊക്കെ ചെയ്തത് ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അന്നേരം പറയില്ലേടി എന്നിങ്ങനെ മുഖം കൊണ്ട് തല കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ് സുസ്മിത സന്ധ്യയോട്. അതേസമയം സുസ്മിത കരുതുന്നുണ്ട്, എൻ്റെ പൊന്നമ്മയെ ഞാൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഇവള് ചെയ്തതെന്ന്. തുടർന്ന് തല്ലുകൊണ്ട് തറയിൽ കിടക്കുന്ന സന്ധ്യ വീണ്ടും കരുതുകയാണ്, ഈ തള്ളമാരെല്ലാവരും കൂടി എന്നെ തല്ലി കൊല്ലുമോന്ന്. അന്നേരം പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് സരള സന്ധ്യ, ഇങ്ങോട്ട് എഴുന്നേക്കടി, സത്യം പറയടി എന്ന് വീണ്ടും പറഞ്ഞ് സന്ധ്യ പിടിച്ച് കുലുക്കുന്നുണ്ട്. അന്നേരം സത്യഭാമ പിടിച്ച് തിരികുകയാണ്, അങ്ങോട്ട് പറയടി സത്യം ആരാണെന്ന്, ഇല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് തല്ലുകൊണ്ട് ചാവും എന്ന് പറയുമ്പോൾ തൊഴു കൈയോടെ നിന്ന് സന്ധ്യ പറയുകയാണ്, സത്യമേ എന്നെ ഇനി തല്ലരുത്, സത്യം എന്താണെന്ന് ഞാൻ പറയാമെന്ന്. വിഷ്ണുവും ശാലിനിയും പ്രീതിയും രാഘവൻ നായരും ഒക്കെ ഈ ആഡിസിയും കണ്ടങ്ങ് വാപൊത്തി ചിരിക്കുകയാണ്. തുടർന്ന് സത്യഭാമയോട് രാഘവൻ നായർ പറയുന്നുണ്ട്, ഭാമയെ അവളെ കൊണ്ട് പറയിപ്പിക്കുക ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന്. അന്നേരം ആകെ അങ്ങ് അന്തം വിട്ട് സുസ്മിത നിൽക്കുകയാണ്. ഇനിയിപ്പോൾ സുസ്മിതയുടെ പേര് സന്ധ്യ പറയുമോ എന്നുള്ള രീതിയിൽ. അന്നേരം സത്യഭാമ സന്ധ്യയുടെ മുടിക്കൊക്കെ കുത്തിപ്പിടിക്കുന്നുണ്ട്, പറയടി ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നൊക്കെ. അന്നേരം ഞാൻ പറയാൻ സത്യാമ്മയെന്നും പറഞ്ഞ് സന്ധ്യയൊക്കെയാണ്. തുടർന്ന് പറയടി ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നും പറഞ്ഞ് സന്ധ്യ ഇങ്ങനെ മുടിക്ക് കുത്തിപ്പിടിച്ച് കുനിച്ചു നിർത്തുകയാണ് സത്യഭാമ. അന്നേരം ആകെ വേദന കൊണ്ട് സന്ധ്യ പറയുന്നുണ്ട്, ഞാൻ പറയാം, ഇതിൻ്റെ പിന്നിലും ഇതെല്ലാം പ്ലാൻ ചെയ്തതും വേറൊരാളാണ് എന്നിങ്ങനെ സന്ധ്യ പറയുന്നുണ്ട്. അന്നേരം പറയല്ലേടി വഞ്ചകി എന്നിങ്ങനെ മനസ്സിൽ സുസ്മിത കരുതുകയാണ്. തുടർന്ന് സന്ധ്യ ആരുടെ പേരാണ് പറയുന്നത് എന്നിങ്ങനെ ചെവി ഓർക്കുകയാണ് ബാക്കി എല്ലാവരും. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ സുസ്മിതയുടെ പേര് സന്ധ്യ പറയാനായിട്ട് ചാൻസ് ഇല്ല. ചിലപ്പോൾ വസുമതിയുടെയോ ഹേമലതയുടെയോ ആരുടെയെങ്കിലും പേരായിരിക്കും സന്ധ്യ പറയുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ സുസ്മിതയുടെ വിവാഹം നടക്കുക തന്നെ ചെയ്യും. ഇത്രയുമാണ് പുതിയ ലേറ്റസ്റ്റ് കഥ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, എല്ലാവരും റിവ്യൂ മൊത്തമായി കേൾക്കണം. ഓക്കെ, താങ്ക് യു.